ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മൈസൂർ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ മൈസൂർക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്നൊരു പുലർച്ചെ 3:30 ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വയനാട് ചുരത്തുമല എത്തിയപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നേ. ആ രാവിലത്തെ ഒരു ടൈമും ഒക്കെ ആയപ്പോൾ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഒരുപാട് കുരങ്ങന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ വയനാട് ചുരത്തുമ്മലൊക്കെ. അങ്ങനെ അരിയാൾ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയാലോ വിചാരിച്ചിട്ട് നമ്മളടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ വയനാട് ചുരത്തുമല കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ചെറുതായിട്ട് ചാറ്റൽ മഴ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല ഓവറായിട്ട് പെയ്യുന്നില്ല, ചെറുതായിട്ടുള്ളായിരുന്നു കേട്ടോ മഴ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോറസ്റ്റിലൂടെ നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ നല്ലൊരു തണുപ്പൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴ ഉണ്ടല്ലോ, അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് മാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാനൊക്കെ കുറച്ച് നേരം ഞങ്ങൾ വണ്ടി സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടാ. പിന്നെ ആ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം തന്നെ സ്പീഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലൊന്നും നമുക്ക് വണ്ടി സ്റ്റോപ്പ് ആക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോഡ് സൈഡിലും അതുപോലെ തന്നെ കാണുന്നിടത്തൊക്കെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മൈസൂർ പോകണം എന്നുള്ളത്. ഇങ്ങനെ മൈസൂർ പാലസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ സാധിച്ചു. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഉറങ്ങാതിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മോളിൻ്റെ മടിയിലുള്ളതുകൊണ്ട് ഉറങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഗുണ്ടൽപേട്ടയിൽ എത്തിയതിന് ശേഷം വണ്ടി അവിടെ നിർത്തിയിട്ടോ. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് പത്തിരി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നല്ല ഒരു ഏരിയ കണ്ടപ്പോൾ നിർത്തിയതായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ കണ്ടു കേട്ടോ. നല്ല പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ട് കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മക്കളൊക്കെ അവിടെ ഒരുക്കിയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മളും പത്തിരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നാത്തൂനാട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പത്തിരി ഞാനും മൂത്തശ്ശിയും കൂടെ വീട്ടിലുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് കഴിക്കാമല്ലോ. അങ്ങനെ നൂനുമോളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ മൈസൂരിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മൈസൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും താത്തി മക്കളൊക്കെ ഒരു റൂമിലായിരുന്നു കേട്ടോ. പിന്നെ നാത്തുമാരൊക്കെ അവരുടെ ഫാമിലിയായിട്ട് ഓരോരുത്തരും ഓരോ റൂമിലായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള വാർഡ്രോബും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു റൂമായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ റൂമിലെത്തി ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് സൂവിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഒരു പ്രത്യേക തരം ഒരു പക്ഷിനെ കണ്ടു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങനത്തെ ഒരു പക്ഷിനെ കാണുന്നത്.
പിന്നെ അതാ ഒരുപാട് മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പുലി, കടുവ, സിംഹം, അങ്ങനെ എല്ലാ തരം മൃഗങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ പുലിനെയും സിംഹത്തിനെയും കടുവനെയൊക്കെ കുറേ വിട്ടുന്നാട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫോണ് സൂം ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോഴേട്ടോ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് കാണുള്ളൂ. പിന്നെന്താ ഈ ഇവിടെ സിംഹമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില കൂടിൻ്റെ ഉള്ളിലൊന്നും ഒന്നുമില്ലായിരുന്നു കേട്ടോ, കാലി കിടക്കയിന്. ആറ്റിങ്ങൾക്ക് ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, മരം കൊണ്ടൊക്കെ പല ആറ്റുങ്ങൾക്ക് നിൽക്കാനും താമസിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അവിടെ എത്തിയതിനു ശേഷം പിന്നെ ന്യൂനമോൾക്ക് നല്ല പനിയായി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഓളിൻ്റെ തോളിൽ കിടന്നിട്ട് പിന്നെ അതങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു ഇൻട്രസ്റ്റിൽ. പിന്നെ ഈ ഒരു ഓട്ടം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൾ തീരെ വയ്യാതെ എൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. ആൾക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റൊക്കെയുള്ള കുറച്ച് പക്ഷികൾ, കടുവ, സിംഹം അറ്റിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മൃഗത്തിനെയും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ, വയ്യാഞ്ഞിട്ട് വെറും ഉറക്കന്നായിരുന്നു. ഈ പോകുമ്പോൾ നമ്മൾ ആ തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് പോയതാണല്ലോ. അപ്പോൾ ചെറിയ മക്കളാകുമ്പോൾ അവർക്ക് വേഗം തന്നെ പെട്ടെന്ന് തന്നെ ക്ലൈമറ്റും മാറുമ്പോൾ സുഖമില്ലാതൊക്കെ ആവുമല്ലോ. അങ്ങനെ മോൾക്കൊന്നിനും കാണാനും ഒന്നിനും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ദാ ഈ ഒരു ഏരിയയിലൊക്കെ മാനാണ് കേട്ടോ. മാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ആന, പിന്നെ എന്താ ഒരു തരം നല്ലൊരു അരയന്നം പോലത്തെ ഒരു കൊക്ക, എന്തതിനും പറയാമെന്ന് എനിക്കറിയില്ല. നല്ലൊരു പക്ഷി കേട്ടോ. എനിക്ക് ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് ഇതിനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ പറ്റിങ്ങൾ ആ വെള്ളത്തിൽ ഇങ്ങനെ നീരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറേ എണ്ണതാ കരയിൽ കയറിക്കുന്നുണ്ട്. ഇതിന് സുഖമില്ല തോന്നുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ അവിടെ ഇനി വെള്ളത്തിൽ കളിച്ച് കയറിയതിൻ്റെയാണോ എന്താ അറിയില്ല, അതിങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഈ കിളികൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു താറാവ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് തോന്നുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതൊക്കെയാണ് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ പാമ്പിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോയേ ചെയ്തില്ല കേട്ടോ. എനിക്ക് ഈ പാമ്പിനൊക്കെ ഭയങ്കര എന്തോ പോലെ കാണുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ സൂവിൽ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 5 മണിക്കാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാത്തത് തന്നെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. ജിറാഫൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മൈസൂർ ട്രിപ്പ് പാർട്ട് 1 ആണ് കേട്ടോ അത്. ഇനി ഞാൻ പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.